കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hello everyone, welcome to LearnWise Igno Focus 3.0. So in this video, we are going to do the previous question paper analysis of the paper MEG 05. നമ്മുടെ MA ഇംഗ്ലീഷിലെ MEG 05 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Introduction. Welcome to the IGNO TEE PYQUA In-Depth Analysis and Predictive Exam Guide for MEG 05 Literary Criticism and Theory, meticulously designed to assist IGNO students preparing for the December 2024 term and examination. This guide serves as a comprehensive data-driven resource tailored specifically to the nuances of MEG 05, combining syllabus insights, past year paper analysis, and predictive strategies to maximize your exam preparation. Objectives and approach. The primary goal of this document is to demystify the MEG 05 examination by providing targeted study plans based on past trends and recurring patterns, strategic insights by mapping the IGNO syllabus blocks, units, and topics to previous examination questions. 3. Predictive tools to identify high probability topics for focused preparation. Model answers to familiarize students with ideal responses aligned with IGNO's evaluation standards. So, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആക്ച്വലി നമ്മൾ MEG 05 എന്ന് പറയുന്ന പേപ്പറിന്റെ ലാസ്റ്റ് നമ്മുടെ ജൂൺ 2024 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് എന്നും ഏത് ബ്ലോക്കില് ഏത് യൂണിറ്റിൽ ഏത് ആസ്പെക്ട് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിനാണ് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുള്ളതെന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നും റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ആണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ യു വിൽ ഫൈൻഡ് എ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അതിന്റെ ആൻസേഴ്സ് ആൻഡ് സൊല്യൂഷൻസ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. Our approach leverages a data-driven methodology, systematically analyzing previous year's papers, syllabus components, and exam formats to uncover question patterns, popular themes, and critical areas for study. This analysis forms the basis for accurate predictions and structured study tools. Document structure overview. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയില് സ്ട്രക്ചറിങ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ദിസ് ഗൈഡ് ഇസ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ഇൻ ടു 7 sections. 7 sections ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ പോകുന്നത്. ഈച്ച് അഡ്രസ്സിംഗ് എ ക്രിട്ടിക്കൽ ആസ്പെക്ട് ഓഫ് എക്സാം പ്രിപ്പറേഷൻ. Introduction is the first one. Sets the stage by explaining the objectives, approach, and benefits of using the guide. 2. Syllabus mapping by blocks, units, and topics with exam relevance. This section breaks down the MEG 05 syllabus, mapping its key topics to previous exam questions. By linking syllabus units with their exam relevance, students can identify high-impact areas for targeted revision. 3. Comprehensive exam pattern analysis. Provides a thorough breakdown of the question formats, marks distribution, and topic trends observed in recent TEE papers.
This analysis highlights the areas frequently tested, allowing students to anticipate the exam structure. അപ്പം എന്തായാലും നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ വളരെ നമുക്കൊരു വൈറ്റൽ പാർട്ടാണ് പ്ലേ ചെയ്യുന്നത്. കാരണം അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടെന്നും ആൻഡ് ഓൾസോ ഒരുപാട് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫൺ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുമുണ്ട്. So അങ്ങനെയാണ് the fourth section is repeated questions analysis by blocks, units and topics. Identifies recurring themes and questions, helping students prioritize topics that are repeatedly tested, such as Plato's Mimesis, Aristotle's tragedy, Marx's criticism, feminist theory and deconstruction. 5. Topic probability and prediction analysis. അപ്പൊ നമുക്ക് നമ്മുടെ MEG05 ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള പ്രോബബിലിറ്റി റേറ്റിംഗും പ്ലസ് ഒരു പ്രഡിക്ഷൻ അനാലിസിസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Based on past trends and critical syllabus areas, the section predicts high probability topics for the December 2024 TEE. This strategic insight enables students to focus on areas most likely to appear in the exam. 6. Predictive question paper for December TEE 2024. A carefully curated model question paper replicating the IGNOU exam format. This section provides students with a practice tool to enhance time management and test-taking skills. Model answers with evaluation criteria. Offers well-structured model answers to select questions, demonstrating ideal response formats and key evaluation criteria. This equips students with insights into IGNOU's grading expectations, improving answer quality and confidence. The data-driven approach. This guide integrates previous year question papers analysis, spanning multiple sessions to recognize trends. പിന്നീട് നമുക്കുള്ളത് detailed syllabus mapping to ensure comprehensive coverage of the course, aligning syllabus blocks and units with their exam relevance. Then we'll have the predictive analysis to forecast topics likely to appear in the upcoming exam. By merging syllabus insights with question paper analysis, this document becomes a strategic study blueprint, ensuring focused preparation and efficient use of time. സോ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും എത്രത്തോളമാണ് നമ്മൾ ഏതൊക്കെ ടോപ്പിക്സിൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നും എവിടേക്കാണ് നമ്മൾ ട്രസ്റ്റ് കൊടുക്കേണ്ടതെന്നും മനസ്സിലാക്കാൻ പറ്റും. ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ് ഫോർ സ്റ്റുഡൻസ് ഓഫ് MEG05, literary criticism and theory, where complex theories and diverse schools of thought dominate the syllabus, preparation can often feel overwhelming. This guide simplifies the process by highlighting priority areas based on predictive trends. അപ്പൊ നമുക്ക് ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നതും നമ്മൾ പറയും. Then we'll be providing you the model answers that demonstrate clarity, precision and scholarly structure. These elements are crucial for effective exam preparation as they help students anticipate questions, frame structured answers and master IGNOU's academic expectations. Why this guide matters? എന്തുകൊണ്ടാണ് ഈ ഗൈഡിന് ഇത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. Okay. Literary criticism and theory, MEG05, encompasses diverse topics ranging from classical criticism to postmodern and feminist theories. This guide empowers students to navigate this vast syllabus confidently, prioritize key topics, and practice effectively for exam success. By offering both strategic insights and practical tools, it serves as a complete resource for achieving academic excellence in the upcoming IGNOU TEE December 2024. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ I'm damn sure that you will all feel 100% confident and equipped for writing your examination. അപ്പോൾ നമുക്ക് എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ടും ഷുവർ ആയിട്ടും എക്സാമിന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സിലബസ് മാപ്പിംഗ് അനാലിസിസ്. Syllabus mapping by blocks, units and topics with exam relevance. Block 1, an introduction. അതിൽ നമ്മുടെ യൂണിറ്റ് 2 ഓവർവ്യൂ ഓഫ് വെസ്റ്റേൺ ക്രിട്ടിക്കൽ തോട്ടില് സിഡ്നി ആൻഡ് ഏർലി റൊമാൻറ്റിസിസം നമുക്ക് ഹൈ
റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമ്മൾ പാസ്റ്റ് എക്സാംസ് നോക്കുകയാണെങ്കിൽ 4 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ബ്ലോക്ക് 1 തന്നെയുള്ള യൂണിറ്റ് 3 ദാറ്റ് ഇസ് 20th സെഞ്ചുറി ഡെവലപ്മെന്റ്സിൽ ഫെമിനിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ റെലവൻസ് ലെവൽ എന്ന് പറയുന്ന മീഡിയം ആണ്. പാസ്റ്റ് എക്സാംസിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്. Then you have block 2 ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിനകത്തുള്ള യൂണിറ്റ് 1 ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിനകത്തുള്ള അരിസ്റ്റോട്ടിൽസ് കോൺസെപ്റ്റ് ഓഫ് ഫെമിനിസം ഇസ് വെരി ഹൈ റെലവെന്റ് ആണ്. ബിക്കോസ് 6 ആണ് അതിന്റെ ഫ്രീക്വൻസി ഇൻ ദി പാസ്റ്റ് എക്സാം. ദെൻ നമുക്ക് ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസം യൂണിറ്റ് 2 ആയിട്ടുള്ള പ്ലേറ്റോ ഓൺ ഇമിറ്റേഷൻ ആൻഡ് ആർട്ട് ഇസ് വെരി ഹൈ ലെവൽ ഓഫ് റെലവൻസ് ആണ്. കാരണം പാസ്റ്റ് എക്സാംസിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ആണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്ലേറ്റോണിക് വ്യൂ ഓൺ പോയട്രി ആൻഡ് ആർട്ട്. ദെൻ നമുക്കുള്ളത് ബ്ലോക്ക് 3 റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിനകത്തുള്ള യൂണിറ്റ് 2 വേർഡ്സ്വർത്ത് പ്രിഫേഴ്സ് ദി ലിറിക്കൽ ബാലറ്റ്സ്. അതിലെ മെയിൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് വേർഡ്സ്വർത്ത് തിയറി ഓഫ് പോയട്രി. ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് എക്സാംസ് എന്ന് പറയുന്നത് 5 ആണ്. സോ ദ ലെവൽ ഓഫ് റെലവൻസ് എന്ന് പറയുന്നത് ഹൈ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അഗൈൻ ബ്ലോക്ക് 3 റൊമാൻറ്റിക് ക്രിറ്റിസിസം. അതിൽ യൂണിറ്റ് 3 കോളറിഡ്ജ് ബയോഗ്രഫി ലിറ്റററിയില് കോളറിഡ്ജ് ഫാൻസി ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ റെലവൻസ് ലെവൽ എന്ന് പറയുന്ന മീഡിയം ആണ്. ആൻഡ് ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് എക്സാംസ് എന്ന് പറയുന്ന 4 ആണ്. അതേ കണക്ക് തന്നെ നമ്മുടെ ബ്ലോക്ക് 4 ന്യൂ ക്രിറ്റിസിസത്തിനകത്തുള്ള യൂണിറ്റ് 1 ഐ റിച്ചാർഡ്സ്. ആൻഡ് അതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് പാസ്റ്റ് ഇയേഴ്സിന്റെ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 6 ആണ്. സോ ദ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് റെലവൻസ് എന്ന് പറയുന്നത് ഹൈ തന്നെയാണ്. അഗൈൻ ബ്ലോക്ക് 4 ന്യൂ ക്രിറ്റിസിസം യൂണിറ്റ് 2 T.S. Eliot. അതിലെ മെയിൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് T.S. Eliot ട്രഡിഷൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ ടാലന്റ്. ആൻഡ് ഇതിലെ ലെവൽ ഓഫ് റെലവൻസ് എന്ന് പറയുന്ന മീഡിയം ആണ്. ആൻഡ് ദ ഫ്രീക്വൻസി ഇൻ ദ പാസ്റ്റ് എക്സാം ഇസ് 5. ദെൻ യു ഹാവ് ബ്ലോക്ക് 5 മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ലിറ്ററേച്ചർ. അതിലെ യൂണിറ്റ് 1 മാർക്സിസം ആൻഡ് ലിറ്ററേച്ചറിനകത്തുള്ള മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം നമ്മുടെ റെലവൻസ് ലെവൽ ഹൈ ആണ്. ആൻഡ് ദ ഫ്രീക്വൻസി ഇൻ ദ പാസ്റ്റ് എക്സാംസ് എന്ന് പറയുന്നത് 6 ആണ്. Then you have block 6 deconstruction. അതിൽ യൂണിറ്റ് 2 beginning deconstruction and the deconstruction Nietzsche and Derrida. അതിൽ നമുക്ക് റെലവൻസ് ലെവൽ എന്ന് പറയുന്ന മീഡിയം ആണ്. ആൻഡ് ദ ഫ്രീക്വൻസീസ് 4 ആണ്. Then you have block 6 deconstruction. അതിൽ യൂണിറ്റ് 3 implications. അതിലെ മെയിൻ ടോപ്പിക് the death of the author 3 times ആണ് ചോദിച്ചിട്ടുള്ളത്. So which means the level of relevance എന്ന് പറയുന്നത് മീഡിയം ആണ്. Then you have block 7 contemporary theory. അതിലെ യൂണിറ്റ് 3 സൈക്കോ അനാലിസിസ് ഫ്രോയിഡ് ആൻഡ് ലക്കാൻ. അതിൽ ഫ്രോയിഡ് സൈക്കോ അനാലിസിസ് ആൻഡ് ലക്കാൻസ് തിയറിയുടെ ഇമ്പോർട്ടൻസ് ഓഫ് റെലവൻസ് ലെവൽ ഇസ് വെരി ഹൈ. ആൻഡ് ദ പാസ്റ്റ് ഇയേഴ്സിൽ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 5 ആണ്. നമ്മളിപ്പം ഈ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യത്തിന്റെ ഒരു ബാർ ഡയഗ്രാം ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അരിസ്റ്റോട്ടൽ കോൺസെപ്റ്റ് ഓഫ് മിമെസിസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം ആണ് ഏറ്റവും ഇതിൽ നമുക്ക് ഹയസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെന്ന് പറയുന്നത്. ഓക്കെ, ടേബിൾ എക്സ്പ്ലനേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു കാണിച്ച ടേബിളിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ടേബിൾ എക്സ്പ്ലനേഷൻ. The table is organized into the following columns: block and unit. List the syllabus blocks and the respective units, ensuring alignment with the IGNOU MEG 05 syllabus.
topic. Specifies the topic covered under each unit. These topics have been derived from the syllabus and validated against previous question papers. Next, frequency in past exam. Indicates how many times each topic has appeared in the past IGNOU TEE papers, highlighting the importance of the topic. Next, we have the relevance level. Categorizes topics into high, medium, or low relevance based on their frequency. The topics high relevance ആണെങ്കിൽ they are highly probable for the upcoming December 2024 exam, making them critical for focus preparation. Then key observations from the table. ഇപ്പൊ നമ്മളെ ടേബിൾ നോക്കുകയാണെങ്കിൽ we can understand that topics like Aristotle's concept of mimesis, Marx's literary criticism, and principles of literary criticism have appeared frequently, emphasizing their high relevance. Then topics such as feminism and post-structuralism, deconstruction, and the death of the author show moderate frequency, indicating their medium importance. ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. The bar graph visually represents the frequency of questions for each topic, providing a clear, intuitive understanding of their importance. Topics with tallest bars, such as Marxist literary criticism and Aristotelian mimesis, are high priority and must be studied thoroughly. Moderately frequent topics like deconstruction and feminism require focused but proportionate attention. Topics with lower frequency may still appear, but their probability is relatively lower compared to high frequency ones. How to use this analysis? അപ്പൊ നമുക്ക് ഇത്രയും നമ്മൾ ഹൈ റെലവൻസ് മീഡിയം ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് നമുക്ക് എവിടെയൊക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻസ് കീപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന നമ്മുടെ ടോപ്പിക്സ് വിച്ച് മീൻസ് യു ഹാവ് ടു പ്രയോറിറ്റൈസ് ദോസ്. നമ്മൾ മറ്റെന്ത് നോക്കിയില്ലെങ്കിലും ഏറ്റവും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ടോപ്പിക്കിനെ നമ്മൾ നോക്കുക. സോ പ്രയോറിറ്റൈസ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ്, അലക്കേറ്റ് മോർ സ്റ്റഡി ടൈം ടു ടോപ്പിക്സ് മാർക്ക്ഡ് ആസ് ഹൈ റെലവൻസ്, balance medium frequency topics. Cover these thoroughly but focus more on critical areas. Next, strategize revision. Use this mapping to plan a structured revision schedule, ensuring efficient and targeted preparation. ഈ പറഞ്ഞതിന്റെ ഒരു ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഓരോ ബ്ലോക്കിന്റെയും എത്രത്തോളമാണ് മാർക്സുകൾ ചോദിക്കുന്നതെന്നും അത് ഏത് പെർട്ടിക്കുലർ ബ്ലോക്കിലാണ് മാർക്ക് തോന്നിയെന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3യും ബ്ലോക്ക് 4ന്നുമാണ് ഏറ്റവും അധികം മാർക്സ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ലീസ്റ്റ് മാർക്ക് ചോദിച്ചത് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് 7 ആണ്. സോ വിച്ച് മീൻസ് നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയുള്ളത് നമ്മുടെ ബ്ലോക്ക് 2, 4 ആൻഡ് 5ലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയുള്ളത്. ഓക്കെ, കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. Common question formats. The IGNOU MEG 05 exams typically follow 4 major question formats, each designed to test specific skills. അപ്പം നമുക്ക് എക്സാമിന് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് നോട്ട്സ്, ക്രിറ്റിക്സ് ആൻഡ് ഓൾസോ ടോപ്പിക് അനാലിസിസ്. അപ്പൊ നമ്മളുടെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആവറേജ് മാർക്സ് 20 ആണ് സാധാരണ വരാറ്. ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ് നോർമലി ഭയങ്കര ലെങ്തി ആൻസേഴ്സ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. സോ ഒരു റഫ്ലി നമുക്ക് ഒരു 500 വേർഡ്സ് എങ്കിലും അത്രയും ലെങ്ത് ആണ് നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസിന്റെ ആൻസറിന്റെ ലെങ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഡീപ്പ് ആയിട്ട് യു ഹാവ് ടു പ്രൊവൈഡ് ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് സ്ട്രക്ചേർഡ് ആർഗ്യുമെന്റ്സ്. എക്സാമ്പിൾസ് കുഡ് ഇൻക്ലൂഡ് കമന്റ് ഓൺ പ്ലേറ്റോസ് വ്യൂസ് ഓൺ പോയട്രി. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് ആകുമ്പോൾ അതിന്റെ വേർഡ് കൗണ്ട് 200 ആണ്. അപ്പൊ നമ്മൾ വളരെ ബ്രീഫ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് വേണം എഴുതാനായിട്ട്. എക്സാമ്പിൾ ലൈക്ക് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ധ്വനി ഓർ സ്ട്രക്ചറലിസം. ഇനി ക്രിട്ടിക്സ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് നമുക്ക് 20 മാർക്സ് ആണ് നമുക്ക് ചോദിക്കുക. ഷോർട്ട് നോട്ട്സ് ആണ് 10 മാർക്സ്. അപ്പൊ ക്രിട്ടിക്സിന്റെ കേസിൽ നമ്മൾ വളരെ ക്രിട്ടിക്കലി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ തിയറീസ് വെച്ചോ മൂവ്മെന്റ്സ് വെച്ചോ നമ്മൾ നന്നായിട്ട് യു ഹാവ് ടു അനലൈസ് ഇറ്റ്. എക്സാമ്പിൾസ് ലൈക്ക് ഡിസ്കസ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം വിത്ത് എക്സാമ്പിൾസ്. പിന്നെ നമുക്ക് വരുന്ന ടോപ്പിക് അനാലിസിസ് ആണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അവിടെ യു ഹാവ് ടു ഇന്റർപ്രറ്റ്. ഓക്കെ, സോ ഇന്റർപ്രറ്റേറ്റീവ് ആൻഡ് തിയോറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻവോൾവിംഗ് കീ സിലബസ് ടോപ്പിക്സ്. എക്സാമ്പിൾസ് ലൈക്ക് ഇവാലുവേറ്റ് ഡെറിഡാസ് കോൺസെപ്റ്റ് ഓഫ് ഡീകൺസ്ട്രക്ഷൻ. അപ്പം അതിനൊരു ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 20 ആണ്. ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് സ്ട്രെങ്ത്സ്.
അനാലിസിസ് ഓഫ് പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് റിവീൽസ് റെക്കറിംഗ് ട്രെൻഡ്സ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിങ്ങനെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുകയും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് ഏരിയാസിൽ നിന്നും ഫോക്കസ്ഡ് ആയിട്ട് എക്സാമിന് ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്യാറുണ്ട്. സോ ബ്ലോക്ക് 2 classical criticism and block 4 new criticism consistently dominate the question papers contributing the highest marks. നമുക്ക് ഏറ്റവും important units ആണ് block 2 ഉം block 4 ഉം. So topics such as Plato on mimesis, Aristotle's theory of tragedy and T.S. Eliot's tradition and the individual talent appear frequently as essay questions. പിന്നെ നമുക്കുള്ളത് block 3 ആണ് romantic criticism, also holds significant importance with questions focusing on Wordsworth and Coleridge's views on poetry. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയാസ് ബ്ലോക്ക് 5 Marxist view of literature and block 6 reconstruction are regularly tested through critiques and theoretical questions. Topics like Marxist literary criticism and Derrida's reconstruction are favored for analysis-based questions. Then namukku block 1 and block 7. Okay, so block 1 is introduction and block 7 is a contemporary theory. They have moderate to lower representation, mostly appearing as ഷോർട്ട് നോട്ട്സ്. അപ്പൊ ഷോർട്ട് നോട്ട്സ് ആയിട്ട് മോസ്റ്റ് ഓഫൺ ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 7 നിന്നുമാണ്. Marks distribution trends. The bar chart above illustrates the distribution of marks across syllabus blocks. അപ്പൊ നമ്മൾ ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസം റെലവൻസ് ഹൈ ആണ്, കാരണം 20% ഓഫ് മാർക്സ് അവിടെ നമുക്ക് ചോദിക്കാറ്. സെയിം ആണ് നമ്മുടെ ബ്ലോക്ക് 4 ന്യൂ ക്രിറ്റിസിസവും ബ്ലോക്ക് 5 മാർക്സിസ്റ്റ് ക്രിറ്റിസിസവും എല്ലാത്തിൽ നിന്നും 20% ഓഫ് മാർക്സ് ആണ് ചോദിക്കുക, വിച്ച് മീൻസ് ദർ ഹൈലി റെലവെന്റ് ഏരിയാസ് ആണ്. പിന്നെ നമുക്കൊരു മോഡറേറ്റ് ടു ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്നത് ബ്ലോക്ക് 3 ആണ് റൊമാൻറ്റിക് ക്രിറ്റിസിസം. ഒരു 15% ആണ് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ. അതേസമയം നമ്മുടെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷനും ബ്ലോക്ക് 6 ഡീകൺസ്ട്രക്ഷനും മോഡറേറ്റ് ലെവലിലാണ് റെലവൻസ് ഉള്ളത്. ആൻഡ് ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 10% ആണ്. അപ്പൊ ഏറ്റവും നമുക്ക് ലീസ്റ്റ് വരുന്നത് ലോവർ റെലവൻസ് ബ്ലോക്ക് 7 ആണ്. കണ്ടംപററി തിയറി നമ്മളുടെ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ 5% ആണ്. Observations. Block 2, 4 and 5 are high-yield areas and should be prioritized for study. അപ്പൊ നമ്മൾ എന്തൊക്കെ വന്നത് നമ്മുടെ ബ്ലോക്ക് 2ഉം 4ഉം 5ഉം ഉറപ്പായിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയാസ് ആണ്. ബ്ലോക്ക് 3 contributes moderate marks but features recurrent topics like romanticism and imagination in poetry. Block 6 and 7, while lower in marks, often include short notes or occasional essay questions. Then 4, key shifts in focus. Over recent years, there has been a growing emphasis on Marxist criticism and deconstruction, indicating their rising relevance. അപ്പൊ നമ്മൾ ഫ്രീക്വന്റ്ലി ഇപ്പൊ നോക്കുകയാണ്, ചെറുതായിട്ട് നമുക്കൊരു ഷിഫ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇൻ ദി ട്രെൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ദാറ്റ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസവും ഡീകൺസ്ട്രക്ഷനും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്ന രണ്ട് ഏരിയാസ് ആണ്. ക്ലാസിക്കൽ ക്രിറ്റിസിസം continues to form the backbone of question papers with frequent essays on Plato and Aristotle. So, നമുക്ക് ഏറ്റവും നമ്മളുടെ ഫോക്കസ് പോകേണ്ട ഏരിയ ആണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം. ആൻഡ് അതിൽ തന്നെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും നമ്മൾ ഉറപ്പായിട്ട് നോക്കേണ്ടതാണ്. Next questions on feminist criticism and contemporary theorists. Post-colonialism, psychoanalysis have shown intermittent importance.
strategic recommendations. Focus extensively on ഏതൊക്കെയാണ് blocks 2, 4 and 5 which contribute the most marks. Then prepare key theories and critiques thoroughly such as Plato, Aristotle, T.S. Eliot, Karl Marx and Jacques Derrida. Then allocate specific time for short notes preparation, ensuring coverage of topics like Dhwani, Reza, സ്ട്രക്ചറലിസം ആൻഡ് റീഡർ റെസ്പോൺസ് തിയറി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സിന്റെ ഒരു ഷോർട്ട് നോട്ട്സ് ഉറപ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ മോണിറ്റർ എമർജിംഗ് ട്രെൻഡ്സ് സച്ച് ആസ് ക്വസ്റ്റ്യൻസ് ഓൺ പോസ്റ്റ് മോഡേണിസം ആൻഡ് കണ്ടംപററി ഇഷ്യൂസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. അപ്പൊ നമുക്കറിയാം ഏത് എക്സാമിനും പ്രീവിയസ് ഡേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫൺ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിളിലൂടെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഓഫൺ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതെന്നും അതിന്റെ ആവറേജ് മാർക്സും പ്ലസ് എത്ര തവണയാണ് മീൻസ് അതിന്റെ ഫ്രീക്വൻസി നമ്മൾ പറയുന്നുണ്ട്. സോ ബ്ലോക്ക് 2 classical criticism അതിൽ യൂണിറ്റ് പ്ലേറ്റോ ഓൺ ഇമിറ്റേഷൻ ആൻഡ് ആർട്ടില റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് പ്ലേറ്റോസ് ക്രിറ്റിസിസം ഓഫ് പോയറ്റ്സ് ഇൻ ഹിസ് ഐഡിയൽ സ്റ്റേറ്റ്. ഫ്രീക്വൻസി 5 ആണ്, ആവറേജ് മാർക്സ് 20. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ദെൻ നമുക്ക് ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസം അഗൈൻ വി ഹാവ് അരിസ്റ്റോട്ടിൽ തിയറി ഓഫ് ട്രാജഡി 1. അതിൽ റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ അരിസ്റ്റോട്ടിൽസ് വ്യൂസ് ഓൺ മിഥോസ് ആൻഡ് ഈഥോസ് ഇൻ പോയറ്റിക്സ്. ആവറേജ് മാർക്സ് 20 ആണ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ആണ്. ആൻഡ് നമ്മൾ ബ്ലോക്ക് 3 പോവുകയാണെങ്കിൽ റൊമാൻറ്റിക് ക്രിറ്റിസിസം അതില് വേർഡ്സ്വർത്ത് പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബാലൻസിലെ കമന്റ് ഓൺ വേർഡ്സ്വർത്ത് പ്രിഫേഴ്സ് ലിറിക്കൽ ബാലൻസ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്നതാണ്. ആവറേജ് മാർക്സ് 20 ആണ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. അഗെയിൻ ആ സെയിം യൂണിറ്റ് ബ്ലോക്കിൽ നിന്ന് കോളറിഡ്ജിന്റെ ബയോഗ്രഫി ലിറ്ററേറിയയില് മോസ്റ്റ് ഓഫൻ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. Discuss Coleridge's concept of fancy and imagination. Frequency എന്ന് പറയുന്നത് 5 ആണ്, ആവറേജ് മാർക്സ് 20 ആണ്. Then again you have block 4 ന്യൂ ക്രിറ്റിസിസം. നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് T.S. Eliot, ട്രഡിഷൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ ടാലന്റ്. അതിൽ റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ T.S. Eliot's concept of tradition and the individual talent. ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 20 ആണ്, എക്സാമിന്റെ ഫ്രീക്വൻസി 4 ആണ്. Then you have block 5 Marxist criticism. അതിലെ യൂണിറ്റ് മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ. അത് റെക്കറിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡു മാർക്സ് ആൻഡ് ഏംഗൽസ് ഇന്റർപ്രറ്റ് ലിറ്ററേച്ചർ. ആൻഡ് അതിലെ ഫ്രീക്വൻസി പറയുന്നത് 6 ആണ്, ആവറേജ് മാർക്സ് അഗൈൻ 20 ആണ്. Then you have block 6 deconstruction. അതിലെ യൂണിറ്റ് ഡെറിഡ ആൻഡ് ഡികൺസ്ട്രക്ഷനിലെ റെക്കറിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഡെറിഡാസ് കോൺസെപ്റ്റ് ഓഫ് ഡീകൺസ്ട്രക്ഷൻ. ഫ്രീക്വൻസി എന്ന് പറയുന്ന 4 ആണ്, ആവറേജ് മാർക്സ് 20 ആണ്. Then again നമ്മുടെ ബ്ലോക്ക് 6 തന്നെ ഒരു യൂണിറ്റ് ദ ഡെത്ത് ഓഫ് ദി ഓഥറിന്റെ റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ബാത്തസ് മീൻ ബൈ ദ ഡെത്ത് ഓഫ് ദി ഓഥർ. ആവറേജ് മാർക്സ് 10 ആണ്, ഫ്രീക്വൻസി ഇൻ എക്സാം 3 ആണ്. Then ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ അതിലെ യൂണിറ്റ് ഓവർവ്യൂ ഓഫ് വെസ്റ്റേൺ ക്രിട്ടിക്കൽ തോട്ടില് റെക്കറിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ഏർലി വെസ്റ്റേൺ ക്രിട്ടിക്കൽ തോട്ട് ഫോക്കസിംഗ് ഓൺ സിഡ്നി ആൻഡ് റൊമാൻറ്റിസിസം. അതിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്, ആവറേജ് മാർക്സ് 10 ആണ്. ആൻഡ് ദെൻ യു ഹാവ് ദി ലാസ്റ്റ് യൂണിറ്റ് ദറ്റ് ഇസ് ബ്ലോക്ക് 7 കണ്ടംപററി തിയറി. അതിൽ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കോ അനാലിസിസ് ഫ്രോയിഡ് ആൻഡ് ലെക്കാൻ. അതിൽ റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അനലൈസ് ഫ്രോയിഡ്സ് ഓർ ലെക്കാൻസ് കോൺട്രിബ്യൂഷൻസ് ടു ലിറ്റററി തിയറി. ആൻഡ് അതിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. This section identifies recurring questions from the past IGNOU MEG 05 examinations and organizes them by syllabus, blocks, units and topics. The table highlights frequently asked questions, questions that have appeared multiple times over past years, frequency, the number of times each question has been repeated, marks allocation, average marks assigned to these questions, emphasizing their significance in exam preparation. Key insights from analysis. Classical criticism block 2 has the highest recurrence with questions on Plato's criticism and Aristotle poetics appearing most frequently. Second, you have romantic criticism, that's from the block 3, consistently tests Wordsworth preface and Coleridge's fancy and imagination. പിന്നെ നമുക്കുള്ളത് block 4 and 5 new criticism and Marxist criticism. You have to focus more on T.S. Eliot's tradition and Marxist literary interpretations.
പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബ്ലോക്ക് 6 ഡീകൺസ്ട്രക്ഷനും ബ്ലോക്ക് 7 സൈക്കോ അനാലിസിസും ആണ്. ദേ ആർ മോഡറേറ്റ്ലി ഫ്രീക്വന്റ് ബട്ട് റിമെയിൻ ഇമ്പോർട്ടന്റ് ഫോർ അനാലിസിസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് 5 ഷോർട്ട് നോട്ട്സ് ആൻഡ് ബാത്തസ് ഡെത്ത് ഓഫ് ദി ഓഥർ ആൻഡ് ഏർലി വെസ്റ്റേൺ ക്രിട്ടിക്കൽ തോട്ട് ഫ്രീക്വന്റ്ലി അപ്പിയർ വിത്ത് ലോവർ മാർക്സ് അലൊക്കേഷൻ 10 മാർക്സ് ആണ് ചോദിക്കാറുള്ളത്. സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻസ്: പ്രയോറിറ്റൈസ് high frequency areas like classical criticism, Plato and Aristotle, romantic criticism and Marxist criticism. And essay questions കുറച്ചും കൂടെ നമ്മൾ ട്രസ്റ്റ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 2, 3 and 5 as these consistently appear in 20 mark formats. Then allocate revision time for deconstruction and Freud or Lacan psychoanalysis to address shift in question trends. Then prepare structured responses for recurring questions using IGNO's academic standards, ensuring clarity and precision in argumentation. In നമ്മുടെ topic probability prediction analysis ആണ്. So we have block 2 classical criticism. അതിൽ യൂണിറ്റ് Plato on imitation and art is high probability area ആണ്. കാരണം എല്ലാ എക്സാംസിനും മോസ്റ്റ് ഓഫൺ essay questions ചോദിക്കാറുണ്ട്. നമുക്കുള്ളത് ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസം. അതിലെ യൂണിറ്റ് അരിസ്റ്റോട്ടിൽസ് തിയറി ഓഫ് ട്രാജഡി 1 ഹൈ പ്രോബബിലിറ്റി ആണ്, കാരണം വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, മോസ്റ്റ് ഓഫൻ ചോദിക്കുന്നതുമാണ്. Then you have block 3 romantic criticism. Wordsworth preface to the lyrical ballads. Probability is very high കാരണം Wordsworth prefaces consistently tested for essays and critiques. പിന്നെ again നമുക്ക് ബ്ലോക്ക് 3 Coleridge biography literaria probability high ആണ് because Coleridge's imagination and fancy appear almost every alternate year. അപ്പം ഓരോ വട്ടം ഇങ്ങനെ മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് based on Coleridge. പിന്നെ നമുക്ക് ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ we have T.S. Eliot, tradition and the individual talent. Probability high ആണ് കാരണം Eliot's critical ideas are staple for essay and short note questions. So you can expect short notes ഉം essayയും expect ചെയ്യാം. Then you have block 5 Marxist criticism. അതില് Marxism and literature probability high ആണ്. It's because Marxist criticism frequently appears in essay format with examples. Then you have block 6 Marxist criticism. അതില് Marxism and literature probability എന്ന് പറയുന്നത് വളരെ high ആണ് because Marxist criticism frequently appears in essay format with examples. Next block 6 deconstruction, Derrida and deconstruction. അതില് relevance or probability എന്ന് പറയുന്നത് medium ആണ് because deconstruction is moderately recurring with focus on Derrida's theories. Then again you have block 6 deconstruction the death of the author. Other probability medium ആണ് because Barthes death of the author is a key short note topic in recent exams. Then you have block 1 introduction. അതിലെ യൂണിറ്റ് overview of Western critical and is very low ആണ് because വളരെ ഇടയ്ക്കിടയ്ക്കാണ് ഇത് ചോദിക്കാറുള്ളത് and most often നമ്മുടെ ഷോർട്ട് നോട്ട്സിന്റെ ഇൻട്രോ ആയിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറ്. ഓക്കെ, then again you have block 7 contemporary theory. അതില് സൈക്കോ അനാലിസിസ് ഫ്രോയിഡ് ആൻഡ് ലക്കാൻ. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം ആണ് because Freud's psychoanalysis and Lacan's theories show moderate recurrence. Topic probability and prediction analysis. Probability ratings. The table categorizes topics into high, medium or low probability based on historical trends, recurrence across previous exams,
then recent patterns, increased or decreased focus in recent years. So key observations, high probability topics, topics from classical criticism, Plato and Aristotle and romantic criticism, Wordsworth and Coleridge are consistently tested. പിന്നെ നമുക്ക് T.S. Eliot and Marxist criticism are recurring favorites for long essay questions. Justification. These topics form the core of MEG 05 with frequent appearances in the essays 20 marks. അപ്പോൾ നമ്മുടെ medium probability topicsകളാണ് deconstruction Derrida and psychoanalysis Freud and Lacan are moderately recurring. Then Barthes' death of the author has been a key short note in recent years. Justification. These topics show intermittent recurrence, often in short note or analytical formats. Third, you have as a low probability topics. Introductory content like overview of Western critical thought appears sporadically as short notes. Justification. Limited focus in exams, generally included as supplementary questions. Strategic study recommendations. Prioritize high probability topics like Plato, Aristotle, Wordsworth, Coleridge, T.S. Eliot, and Marxist criticism must be thoroughly prepared. And ഇതിന് നമ്മൾ essay writing focus ചെയ്തിട്ട് you have to pinpoint out the key arguments based on these topics. പിന്നെ medium probability topics ആണെങ്കിൽ ഒരു ബാലൻസ് രീതിയിൽ നമ്മൾ ഷോർട്ട് നോട്ട്സും ക്രിട്ടിക് ക്വസ്റ്റ്യൻസിനും വേണ്ടിയിട്ട് യു ഹാവ് ടു പ്രിപ്പയർ ദി ആൻസേഴ്സ്. കവർ Derrida, Barthes and psychoanalysis in detail, emphasizing short note and critique formats. Third, efficiently tackle low probability topics. Allocate limited time for Western thought overview, but don't ignore it entirely. Study priority list. അപ്പൊ നമുക്ക് ഏറ്റവും ഹൈ പ്രയോറിറ്റി ഏതൊക്കെയാണ്? പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, T.S. Eliot, മാർക്സിസം. ഇനി മീഡിയം ലെവൽ ആണെങ്കിൽ ഡെറിഡയുടെ ഡികൺസ്ട്രക്ഷൻ, ബാർത്തസിന്റെ ഡെത്ത് ഓഫ് ദി ഓഥർ, ദെൻ യു ഹാവ് ഫ്രോയിഡിന്റെയും ലക്കാന്റതും. ദെൻ ലോവർ ആണെങ്കിൽ ഓവർവ്യൂ ഓഫ് വെസ്റ്റേൺ ക്രിട്ടിക്കൽ തോട്ട്. ഇനി നമുക്കുള്ള ഒരു predictive question paper ആണ്. റിമെമ്പർ ഇറ്റ്സ് എ predictive paper ആണ്. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. So predictive question paper for December TEE 2024. Course code MEG05. Course title Literary Criticism and Theory. Time allowed 3 hours ആണ്. Maximum marks 100 ആണ്. Note: answer any 5 of the following questions in approximately 500 words each. All questions carry equal marks. എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്സ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റും ഇഷ്ടമായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് എഴുതുക. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ദോസ് ക്വസ്റ്റ്യൻസ്. Comment on Plato's views on mimesis and its role in shaping his criticism of poetry. അപ്പൊ നമ്മൾ ഓർക്കുക 500 വേർഡ്സോളം എഴുതുക. അപ്പൊ ഏറ്റവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതും ഇത്രയും വേർഡ് കൗണ്ട് നിങ്ങൾക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് എഴുതുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ is discuss the differences between romanticism and classicism in literary criticism. Third, analyze Aristotle's views on mythos and ethos in the Poetics. How do these elements contribute to the structure of tragedy? Next question, examine the concept of deconstruction as proposed by Derrida. How does it challenge traditional approaches to literary criticism? Then next question, how do Marxist critiques interpret literature as a reflection of base and superstructure? Provide suitable examples. പിന്നെ വരുന്ന question, compare Wordsworth's theory of poetry in preface with lyrical ballads with Coleridge's ideas of fancy and imagination. Then you have write short notes on any 2 of the following. 20 theory, Roland Barthes' The Death of the Author, Freud's theory of the unconscious in literary criticism, പിന്നെ വരുന്ന T.S. Eliot's tradition and the individual talent. Then last question, critically analyze Elaine Showalter's feminist approach in feminine criticism in the wilderness. How does it reshape women's literary criticism? സോ നമുക്ക് ടോട്ടൽ ഒരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏറ്റവും കോൺഫിഡന്റും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കൊണ്ട് 5 എണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് ഒരു 500 വേർഡ്സ് കൗണ്ട് വരുന്ന അത്രയും നിങ്ങൾ എഴുതി ഫലിപ്പിക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ആൻസർഡ് ദിസ് ആൻഡ് ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എക്സാം and do well for exam. Thank you. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും.
ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.